ഹലോ ഫോർത്ത് ഇയേഴ്സ്, നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് റെഗുലേറ്ററി ബോഡീസ് ഇൻ നഴ്സിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങളുടെ 5th യൂണിറ്റിലെ ഒരു പുതിയ ടോപ്പിക്കാണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ നഴ്സിംഗ്. അപ്പോൾ എന്താണിത് റെഗുലേറ്ററി ബോഡീസ് ഇൻ നഴ്സിംഗ്? അതായത് റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? റെഗുലേറ്റ് മീൻസ് ടു കൺട്രോൾ സംതിങ് ബൈ മീൻസ് ഓഫ് റൂൾ. ഇതാണ് റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നേഴ്സിംഗ് ഫീൽഡിലും നേഴ്സിങ്ങിനെ തന്നെയും നിയമം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോഡീസ് ഉണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, കേരള നേഴ്സിംഗ് കൗൺസിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ രണ്ട് കൗൺസിലുകളും നേഴ്സിങ്ങിലെ സമസ്ത കാര്യങ്ങളെയും, നേഴ്സിംഗ് കോഴ്സിനെ ആയാലും നേഴ്സിംഗ് എഡ്യൂക്കേഷനെ ആയാലും എന്തിനെയാണെങ്കിലും നേഴ്സിംഗ് സർവീസിനെ ആണെങ്കിലും എല്ലാത്തിനെയും നിയമം അനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള രണ്ട് ഓട്ടോണമസ് ബോഡികളാണ് ഈ റെഗുലേറ്ററി ബോഡീസ് ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആൻഡ് INC എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ INC, സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ SNC എന്ന് പറയും. അതിനകത്ത് നമുക്ക് SNC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് KNC എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, നമ്മൾ ഓരോ കോളേജുകളും സ്കൂളും ഒക്കെ പ്രവർത്തിക്കുന്നത് അത് അനുശാസിക്കുന്ന നിയമം അനുസരിച്ചൊക്കെയാണ്. അത് ഇവൻ പാഠ്യപദ്ധതിയിലാണെങ്കിലും നമ്മുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്തെല്ലാം സബ്ജക്റ്റ് പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജുകളിലും സ്കൂളിലും ഒക്കെ ഒരുപാട് നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏജൻസീസ്. അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് ചെയ്യുന്ന സർവീസ് ഫീൽഡിലും ഇതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങളുടെ പുറത്താണ് നഴ്സസും മറ്റുള്ള നേഴ്സിംഗ് സർവീസിലുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അത് ഈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ കേരള നേഴ്സിംഗ് കൗൺസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനെ പറ്റി പഠിക്കാം. അതായത് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ കോമ്പസിഷൻ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണ്, ഫങ്ഷൻ ഓഫ് ദി കൗൺസിൽ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഈസ് constituted to establish a uniform standard of education for nurses, midwives, health visitors and GNMs. അപ്പം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഈസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ടു എസ്റ്റാബ്ലിഷ് എ യൂണിഫോം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നേഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കും അതൊരു യൂണിഫോം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കൗൺസിലാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. So we can say that Indian Nursing Council is a council constituted to establish a uniform standard of education for nurses. നഴ്സ് എന്ന് പറയുമ്പം GNM മാത്രമല്ല, BSc മാത്രമല്ല, ഇതിനകത്ത് നോക്കിയാൽ ഫോർ നഴ്സസ്, മിഡ്വൈസ്, ഹെൽത്ത് വിസിറ്റേഴ്സ് ആൻഡ് GNMs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ എഡ്യൂക്കേഷൻ ഒന്ന് സ്റ്റാൻഡർഡൈസ്ഡ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ യൂണിഫോം ആക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. പിന്നെ വി ക്യാൻ സേ ദാറ്റ് INC ആക്ട് വാസ് പാസ്ഡ് ബൈ പിന്നെ നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ വീണ്ടും കേട്ടിട്ടുണ്ടാകാം. അതായത് INC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൗൺസിൽ ആൻഡ് ബി ഫങ്ഷനിങ്, അതായത് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഓട്ടോണോമസ് ബോഡി, സ്വയംഭരണ സ്ഥാപനമാണ്. അതാണ് നമ്മൾ ഓട്ടോണോമസ് ബോഡി എന്നൊക്കെ പറയുന്നത്. സോ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഈസ് ആൻ ഓട്ടോണോമസ് ബോഡി അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് വാസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. മനസ്സിലായോ? അപ്പം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്ന INC ഈസ് ആൻ ഓട്ടോണോമസ് ബോഡി, സ്വയംഭരണ സ്ഥാപനം. അതാണ് ഓട്ടോണോമസ് ബോഡി അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ, ആൻഡ് ഇറ്റ് വാസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, INC ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. അതായത് 1947 ഇന്ത്യ ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് പാസ് ചെയ്തു. അതായത് ദാറ്റ് INC ആക്ട് വാസ് പാസ്ഡ് ബൈ ആൻ ഓർഡിനൻസ് ഇൻ December 31st, 1947.
മനസ്സിലായി. 1947 എന്ന് പറഞ്ഞ ഇയറിന് വേറെ ഒരു പ്രത്യേകതകളുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണത് അല്ലേ. ആ വർഷത്തിൽ December 31, അതായത് ആ വർഷം തീരുന്നതിൻ്റെ ലാസ്റ്റ് ഡേയിൽ December 31, 1947 INC ആക്ട് വാസ് പാസ്ഡ് ബൈ ആൻ ഓർഡിനൻസ്. അതായത് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ഓർഡിനൻസിൻ്റെ ബേസിസിൽ ഒരു ആക്ട് പാസ് ചെയ്തു. മനസ്സിലായോ. ആ ആക്ട് പാസ് ചെയ്ത ദിവസമാണ് December 31, 1947. So that is why INC is a statutory body constituted under the Indian Nursing Council Act 1947. അന്ന് 1947 ഓർഡിനൻസ് പാസ്സായെങ്കിലും അത് പക്ഷേ ആ നിയമം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1949 2 വർഷം കൂടെ കഴിഞ്ഞാണ്. ആദ്യമേ ഓർഡിനൻസ് കൊണ്ടുവന്ന് 1947 ആണെങ്കിലും പിന്നെ അത് ആക്ട് ചെയ്യാൻ തുടങ്ങിയതും ആക്ട് പാസ്സായതും, അതായത് ദ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആക്ട് വാസ് പാസ്ഡ് ബൈ ആൻ ഓർഡിനൻസ് ഓൺ December 31, 1947 ആൻഡ് ദ INC ഈസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1949 അല്ലേ. അപ്പോൾ ഓർഡിനൻസ് കൊണ്ടുവന്നത് December 31, 1947 പക്ഷേ അത് ഈ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1947 ഓക്കെ. അപ്പോൾ അതാണ്, ഇത്രയുമാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. പിന്നെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഈസ് എ റെഗുലേറ്ററി ബോഡി ഫോർ നഴ്സസ് ആൻഡ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പം ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്, അതൊരു സുപ്രീം അതോറിറ്റിയാണ്. നേഴ്സിംഗ് ഫീൽഡിനെയും നേഴ്സസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു സുപ്രീം ഓട്ടോണമസ് ബോഡി ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. So it is an autonomous body which has got a supreme power to control control nurses and nursing field in India. Okay. ഇനി നമുക്കതിൻ്റെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പെർസ്പെക്റ്റീവ്സാണ് നോക്കാൻ പോകുന്നത്. പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോം ചെയ്തപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി, അതായത് അതുണ്ടായപ്പോൾ തൊട്ട് പല ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്കുകൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിലും ഫോർമേഷനിലും അതിൻ്റെ കോഴ്സിലും ഒക്കെ നടന്നു. അത് ഓരോരോ വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പല ഡെവലപ്മെൻറ്റ്, പല ചേഞ്ചസ്, പല ഇൻസിഡൻസ്, പല ലാൻഡ്മാർക്ക് ഇതൊക്കെ ഉണ്ടായി. അതൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അതാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഇൻഡിക്കേറ്റ്സ് ദി ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് INC. അതായത് INCയുടെ ഹിസ്റ്ററിയിലുണ്ടായ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്സ് അത് ഇയർ വൈസ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇയർ വൈസ് ഇൻസിഡൻസ്. ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ്, ഇപ്പോൾ അത് ഫോം ചെയ്തത് എന്നാന്ന് പറഞ്ഞു, ഓർഡിനൻസ് ഉണ്ടായത് എന്നാന്ന് പറഞ്ഞു, പിന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് ഇയർ വൈസ് പോകുമ്പോഴും ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കാര്യങ്ങളും ഈ INCയിൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൽ ഉണ്ടായി. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് കൊണ്ട് നോക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാനത് ഒരുപാടുള്ളതുകൊണ്ട് സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയാം, ഡിസ്കസ് ചെയ്യാം. അതായത് 1946 അതായത് 1947 അത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും 49 അത് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞു. എന്നാൽ അതിന് മുമ്പായിട്ട് 1946 ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന് നമ്മൾ വേറൊരു പേര് പറയുന്ന ബോർ കമ്മിറ്റി എന്ന്. നിങ്ങൾ പബ്ലിക് ഹെൽത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ പ്രിവെൻറ്റീവ് മെഡിസിനിലൊക്കെ പഠിക്കുന്ന ബോർ കമ്മിറ്റി. അതിന് ഉള്ള വേറൊരു പേരാണ് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയും. അത് 1946 ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു ഫോർമേഷൻ ഓഫ് INC ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് എ യൂണിഫോം സ്റ്റാൻഡേർഡ് ഓഫ് നേഴ്സിംഗ് ട്രെയിനിങ് ഇൻ ദ കൺട്രി. അതായത് ഇന്ത്യയിലെ നേഴ്സിംഗ് വിഭാഗത്തിന് ഒരു യൂണിഫോം ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഒരു കൗൺസിൽ ഫോം ചെയ്യണമെന്ന് 1946 ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അഥവാ ബോർ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ആ റെക്കമെൻഡേഷൻ്റെ ബേസിസിലാണ് പിന്നെ ഇങ്ങോട്ട് ഈ കമ്മിറ്റി ഫോം ചെയ്തതൊക്കെ. 1947 ആയപ്പോഴത്തേക്ക് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആക്ട് ഈസ് പാസ്ഡ്. 1947 ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആക്ട് ഈസ് പാസ്ഡ്. ദെൻ 1949 INC എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. മനസ്സിലായോ? 1947 ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആക്ട് പാസ് ചെയ്തു. പിന്നെ 1949 ആയപ്പോഴത്തേക്ക് INC ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. 1950 INC ആക്ട് അമെൻഡഡ് ആസ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അതായത് ഈ പറയുന്ന 1949 ഫോം ചെയ്ത അതേ കൗൺസിൽ
ആക്ട് അമെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭേദഗതി വരുത്തുക എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം 1950 INC ആക്ട് അമെൻഡഡ് ആസ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ എന്നുള്ളത് മാറ്റി ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നായി 1950. പിന്നെ 1951 ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈസറി കോഴ്സ് ഫ്രെയിംഡ് ആൻഡ് അഡോപ്റ്റഡ്. അതായത് 1951 ആദ്യമായിട്ട് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് ഫ്രെയിം ചെയ്തതും അത് അഡോപ്റ്റ് ചെയ്തതും സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ 1954 അടുത്ത ഇൻസിഡൻറ്റ്. 1954 സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ മെയിൽ ഇൻ ദ സിലബസ് ഓഫ് മെയ്ഡ് ഇൻ ദ സിലബസ് ഓഫ് മെയിൽ നേഴ്സസ്. അപ്പം 1954 മെയിൽ നേഴ്സസിനും നേഴ്സിംഗ് പഠിക്കാം എന്നുള്ള പെർമിഷൻ കിട്ടുന്നത്. അതിന് മുമ്പേ ഫീമെയിൽസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫീമെയിൽസിന് മാത്രമായിരുന്നു നേഴ്സിംഗ്. അപ്പോൾ 1954 ആയപ്പോഴത്തേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും നേഴ്സിംഗ് പഠിക്കാമെന്നുള്ള അവസ്ഥ വന്നു. ഇനി 1954 വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. അതായത് കൗൺസിൽ ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ഇൻ ബേസിക് നേഴ്സിംഗ് കരിക്കുലം ഓഫ് GNM കോഴ്സ്. അതുവരെ 1954 വരെ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് GNM കോഴ്സിലില്ലായിരുന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1954. പിന്നെ 1957 എഗെയിൻ ദിസ് ആക്ട് വാസ് അമെൻഡഡ് എന്ന് വെച്ചാൽ വീണ്ടും ഭേദഗതി ചെയ്തു 1957. ദെൻ ഇൻ 1965 GNM സിലബസ് ഈസ് റിവൈസ്ഡ്. ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയുടെ സിലബസ് റിവൈസ് ചെയ്തു 1965. പിന്നെ 1977 ANM സിലബസ് റിവൈസ്ഡ്. അതായത് ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫിൻ്റെ ആ കോഴ്സിൻ്റെ സിലബസ് റിവൈസ് ചെയ്തത് 1977. മനസ്സിലായോ? പിന്നെ 1980 കരിക്കുലർ ഇഷ്യൂസ് ഫോർ മേക്കിംഗ് പെർമിഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് മാൻഡേറ്ററി ഫോർ ഓപ്പണിംഗ് ന്യൂ സ്കൂൾസ് ആൻഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. അതായത് 1980 ആയപ്പോഴത്തേക്കും അതായത് പുതിയ സ്കൂളും നേഴ്സിംഗ് സ്കൂളും കോളേജും ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണമെന്നുള്ള ഒരു നിയമം വന്നു 1980. മനസ്സിലായോ? അതായത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് ദ പെർമിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് കമ്പൽസറി ഫോർ സ്റ്റാർട്ടിങ് ന്യൂ സ്കൂൾസ് ഓഫ് നേഴ്സിംഗ് ആൻഡ് കോളേജ് ഓഫ് നേഴ്സിംഗ്. മനസ്സിലായോ? അതായിരുന്നു അത് ആ ഇയറിലെ പ്രത്യേകത. പിന്നെ അടുത്തത് 1981 BSc നേഴ്സിംഗ് സിലബസ് ഈസ് റിവൈസ്ഡ്. 1981 BSc നേഴ്സിംഗ് സിലബസ് റിവൈസ്ഡ്. 1983 ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസ്പെക്ഷൻ ഫീ ഫോർ സ്കൂൾസ് ആൻഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബൈ INC. അതായത് INC ഇൻസ്പെക്ഷന് സ്കൂളിലോ കോളേജിലോ ഒക്കെ വരണമെങ്കിൽ അവർ ഇൻസ്പെക്ഷൻ ഫീ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1983. ഓക്കെ, സോ കൗൺസിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസ്പെക്ഷൻ ഫീ ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് സ്കൂൾസ് ഓർ കോളേജ് ഓഫ് നഴ്സിംഗ്. ഓക്കെ, അടുത്തത് 1986. 1986 ഇൻസിഡൻറ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ GNM കരിക്കുലം റിവൈസ്ഡ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് വാസ് മെയ്ഡ് ഫോർ 3 years. അതായത് GNM കരിക്കുലം റിവൈസ് ചെയ്തിട്ട് അവരുടെ കോഴ്സിന് 3 വർഷം ഡ്യൂറേഷനാക്കി 1986. ഓക്കെ, പിന്നെ 1999 2 ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് വന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻസ്പെക്ഷൻ ഫീ റിവൈസ്ഡ്, ഇൻസ്പെക്ഷൻ ഫീ ബൈ ദ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ റിവൈസ്ഡ്. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടെയാണ് INC കംപ്ലീറ്റഡ് 50 years. അതായത് INC ഫോം ചെയ്തിട്ട് 50 വർഷം തികയുന്നത് 1999. മനസ്സിലായോ? പിന്നെ 2000 ആയപ്പോഴത്തേക്ക് ഗോൾഡൻ ജൂബിലി കോൺഫറൻസ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി. അതായത് 2000 ആയപ്പോഴത്തേക്കും 50 വർഷം കഴിഞ്ഞുകൊണ്ട് ഗോൾഡൻ ജൂബിലി കോൺഫറൻസ് ഈസ് മെയ്ഡ് ഇൻ ഡൽഹി ഇൻ 2000. പിന്നെ 2002 GNM കോഴ്സ് വീണ്ടും 3.5 വർഷമാക്കി ഡ്യൂറേഷൻ അതിൻ്റെ ഇൻക്രീസ് ചെയ്തു 2002. മനസ്സിലായി? GNM കോഴ്സ് വാസ് അഗെയിൻ മെയ്ഡ് ഇൻ ടു 2.5 years ഡ്യൂറേഷൻ.
പിന്നെ 2006 BSc നേഴ്സിംഗ് കോഴ്സ് റിവൈസ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്കായി ഇപ്പം നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ എന്ന് പറയാം. ഇനിയും നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അടുത്തത് കോമ്പസിഷൻ ഓഫ് INC ആണ്. കോമ്പസിഷൻ ഓഫ് INC എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ മെമ്പേഴ്സുണ്ട്, എത്ര മെമ്പേഴ്സുണ്ട്, അതിനെപ്പറ്റി ഒരു ജനറൽ ഇൻഫർമേഷൻ തന്നെയാണ് കോമ്പസിഷൻ ഓഫ് INC. അതായത് ഇതിനകത്ത് പറഞ്ഞ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് 15 എന്നാണ് പറയുന്നത്. പക്ഷേ അത് പഴയ എഡീഷനുള്ള ബുക്കിനകത്ത് അങ്ങനെ എഴുതിയേക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ വീണ്ടും കണ്ടു, ഇറ്റ് ഈസ് ഹാവിങ് എ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് 72 മെമ്പേഴ്സ് എന്ന് കണ്ടു. അതുകൊണ്ട് നിങ്ങളത് ചേഞ്ച് ചെയ്യണം. 72 മെമ്പേഴ്സ് കമ്പോസ്ഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ്. അതായത് ഇപ്പം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുമ്പം ഒരു നാഷണൽ കൗൺസിലാണല്ലോ അത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് കൂടുതൽ മെമ്പേഴ്സ് അതിനകത്തുണ്ടാകും. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള നേഴ്സിംഗ് രജിസ്ട്രാർസ് കാണും. അങ്ങനെ ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഇതിനകത്തൊരു 72 മെമ്പേഴ്സാണ് ഉള്ളത്. അതിനകത്ത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് സ്റ്റേറ്റ് രജിസ്ട്രേഷൻ കൗൺസിൽ. ഇപ്പോൾ നമുക്ക് KNC ആണല്ലോ നമ്മുടെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതുപോലെ ഓരോ സ്റ്റേറ്റിലെയും രജിസ്ട്രേഷൻ കൗൺസിലിൽ നിന്ന് ഒരാളുണ്ടാവും എല്ലാ സ്റ്റേറ്റിൽ നിന്നും. അപ്പോൾ അതുണ്ട്. പിന്നെ സെൻട്രൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ സെൻട്രൽ ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്ത ഒരാൾ കാണും. പിന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ കാണും. പിന്നെ നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ കാണും. അതായത് നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. മനസ്സിലായോ? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൂടാതെ നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരാൾ, അതിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരാൾ കാണും. പിന്നെ TNA ട്രെയിൻഡ് നേഴ്സിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അവിടെ നിന്നൊരാൾ കാണും. പിന്നെ സ്കൂൾ ഓഫ് പോസ്റ്റ് സർട്ടിഫിക്കറ്റ് നേഴ്സിംഗ്, അതായത് എത്രമാത്രം പോസ്റ്റ് BSc സ്കൂൾസ് ഇന്ത്യയിലുണ്ടോ അതിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരാൾ കാണും. പിന്നെ നേഴ്സിംഗ് കോളേജസിനെ റെപ്രസെൻ്റ് ചെയ്ത ആൾ കാണും. പിന്നെ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ഒരാൾ കാണും. പിന്നെ 3 മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റേറിയൻസ് 3 പേര് കാണും. പിന്നെ വേറൊരു പുസ്തകത്തിൽ 2 പേരെ കൂടെ കണ്ടു, അതായത് എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് എന്നും പറഞ്ഞ് അതുകൂടെ ആഡ് ചെയ്യണം നിങ്ങൾ. 2 പേരുണ്ടാകും. അപ്പം ഇത്രയും എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ 72 മെമ്പേഴ്സ് ഉണ്ടാകും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് INC ഈസ് 72, which is constituted by the representative from health department of different states, nursing department of different states, like that it goes. പിന്നെ 3 പാർലമെൻറ്റേറിയൻ കാണും. പിന്നെ 2 എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് കാണും. പിന്നെ ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ കാണും. മനസ്സിലായി? നേഴ്സിംഗ് കോളേജസിനെ എല്ലാം കൂടെ റെപ്രസെൻ്റ് ചെയ്ത ഒരാൾ കാണും. മെഡിക്കൽ കൗൺസിലിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരാൾ കാണും. അങ്ങനെ ഇത്രയും ആൾക്കാരെല്ലാം കൂടെ ചേരുന്നതാണ് INCയിലുള്ള മെമ്പേഴ്സ്. അപ്പോൾ ടോട്ടൽ മെമ്പർഷിപ്പ് ഇറ്റ് ഈസ് ഹാവിങ് എ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് 72. അപ്പോൾ അതാണ് കോമ്പസിഷൻ ഓഫ് INC എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തത് പർപ്പസസ് ഓഫ് INC. പർപ്പസസ് ഓഫ് INC എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് മെയിൻലി റെഗുലേഷൻ ഓഫ് യൂണിഫോം സ്റ്റാൻഡേർഡ് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ, അതായത് ഇന്ത്യയിലാകമാനമുള്ള നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ പർപ്പസ് ഓഫ് INC അല്ലേ. അപ്പോൾ എവിടെ ഒരു നേഴ്സിംഗ് പഠിച്ചിട്ട് നമ്മളിപ്പം നമ്മുടെ സ്റ്റേറ്റ് വിട്ട് വേറെ സ്റ്റേറ്റിലൊക്കെ പോയി നോർത്ത് ഇന്ത്യയിൽ പോയി പഠിക്കും, ചിലപ്പോൾ നമ്മൾ കാശ്മീരിൽ പോയി പഠിച്ചിരിക്കും, ചിലപ്പോൾ കന്യാകുമാരി പോയി പഠിക്കും. എവിടെ പഠിച്ചാലും നേഴ്സിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ്, എവിടെ പഠിച്ചാലും അവരുടെ എല്ലാം സ്റ്റാൻഡേർഡ് ഒന്നാകണം. എന്നുവെച്ചാൽ അവിടെ പഠിച്ചവർക്ക് അത്രേ അറിയത്തുള്ളൂ, ഇവിടെ പഠിച്ചവർക്ക് കുറച്ചേ അറിയത്തുള്ളൂ, അവിടെ പഠിച്ചവർക്ക് കൂടുതൽ അറിയാം. അങ്ങനെയൊന്നും സംഭവിക്കാൻ പറ്റില്ല. എവിടെ പഠിച്ചാലും അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻലി. ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണം, അതാണ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർപ്പസ്. പിന്നെ റെസിപ്രോസിറ്റി ഓഫ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റെസിപ്രോസിറ്റി? അതായത് നമ്മൾ ഓരോരുത്തരും പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പം അതാത് സ്റ്റേറ്റിലെ നേഴ്സിംഗ് കൗൺസിലിൽ പോയി രജിസ്റ്റർ ചെയ്യും. അപ്പം കൗൺസിലിൽ പോയി, അതായത് നമ്മൾ സക്സസ്ഫുള്ളി പഠിച്ചിറങ്ങി വിജയം നേടി പുറത്തിറങ്ങുന്ന ഒരാളിനെ കൗൺസിലിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ മാത്രമേ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പം ലൈസൻസിങ് ഏജൻസിയും കൂടെയാണ് നമ്മുടെ നേഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ റെസിപ്രോസിറ്റി ഓഫ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു യുണീക്ക് നമ്പറായിരിക്കും.
എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നമ്പറാണ്. അതായത് ആ നമ്പർ ആ ഒരാളിന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ വേറെ ആർക്കും ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഒരു രജിസ്റ്റർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചെല്ലുന്നത് രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന നമ്പർ നമ്മുടേത് മാത്രമാണ്, നമ്മുടെ പേഴ്സണൽ മാത്രമാണ്. ആ നമ്പർ വേറെ ആർക്കും ഇല്ല. അതാണ് ഈ പറയുന്നത് റെസിപ്രോസിറ്റി ഓഫ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ കേരള നേഴ്സിംഗ് കൗൺസിലിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പോലും ഇതേ നമ്പർ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലോട്ട് അവർ റിലേ ചെയ്യും. അപ്പോൾ ഓൾ ഓവർ ദി ഇന്ത്യ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ആ ഒരു നമ്പർ ഒരു യുണീക്ക് നമ്പറാണ്, അത് നമ്മുടേത് മാത്രമാണ്. ആ നമ്പർ പറഞ്ഞുകൊണ്ട് അവകാശം പറഞ്ഞുകൊണ്ട് വേറെ ആരും വരില്ല. മനസ്സിലായോ? അതാണ് നമ്മളുടെ യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ. അതാണ് ഇവർ പറയുന്നത്. അതും ഈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു പർപ്പസായിരുന്നു. അതായത് പാസ് ഔട്ട് ആകുന്ന ഓരോ നേഴ്സിംഗ് പേഴ്സണും ഒരു യുണീക്ക് നമ്പർ കൊടുക്കണം. അത് മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല, ഒരേ ഒരു നമ്പർ ആയിരിക്കണം എന്നത്. അതും ഒരു പർപ്പസായിരുന്നു. പിന്നെ പ്രൊവിഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ നേഴ്സസ്. അതായത് നമ്മളൊന്ന് പറഞ്ഞല്ലോ, അതായത് ഒരിക്കൽ അതായത് ഒരു അമെൻഡ് ചെയ്തെന്നല്ല, അതായത് 1947 തുടങ്ങിയിട്ട് വീണ്ടും അത് അമെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതായത് ആ അമെൻഡ് ചെയ്ത വർഷം ഒരു പുതിയ നിയമം കൂടെ അവർ കൊണ്ടുവന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ നേഴ്സസ്. അതായത് ഫോറിൻ നേഴ്സസിനും കൂടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൽ അംഗമാകാനുള്ള പെർമിഷൻ കൊടുക്കണം. അതാണ് പ്രൊവിഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ നേഴ്സസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? പിന്നെ അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ നേഴ്സിംഗ് രജിസ്റ്റർ ഫോർ മാൻ പവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രജിസ്റ്റർ ഉണ്ട്. ആ കൗൺസിലിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു യുണീക്ക് നമ്പറുണ്ട്. അപ്പം ആ ഒരു രജിസ്റ്ററിനകത്ത് ഇറ്റ് ഈസ് എ റിസോഴ്സ് മെറ്റീരിയൽ വിച്ച് ക്യാൻ സേ ദാറ്റ് ഹൗ മെനി പേഴ്സൺസ് or how many eligible nurses are working in India. അപ്പോൾ ടോട്ടലായിട്ട് ഇന്ത്യയിൽ എത്ര രജിസ്റ്റേർഡ് നേഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള അതിനുള്ള ലൈസൻസ് കിട്ടിയ എത്ര ആൾക്കാർ ഇന്ത്യയിലുണ്ടെന്ന് ഇവർക്ക് പറയാൻ കഴിയും. അതാണ് ഇറ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ നേഴ്സിംഗ് രജിസ്റ്റർ ഫോർ മാൻ പവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം നേഴ്സസ് ഇപ്പം ഗ്രാജുവേറ്റ് ആയ എത്രമാത്രം നേഴ്സസ് ഇന്ത്യയിലുണ്ട്. ഈ വർഷം 1900 ഇപ്പം നമ്മൾ 2020 എത്രയുണ്ട്, അടുത്ത വർഷമാകുമ്പോൾ എത്രയുണ്ട്, അതിൻ്റെ അടുത്ത വർഷമാകുമ്പോൾ എത്രയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നുണ്ടെ ഒരു മാൻ പവർ ഇൻഫർമേഷൻ, നേഴ്സിങ്ങിനെ പറ്റിയുള്ളൊരു മാൻ പവർ ഇൻഫർമേഷൻ കൊടുക്കാൻ INCക്ക് കഴിയും. അതായിരുന്നു അതിൻ്റെ വേറൊരു പർപ്പസ്. അപ്പോൾ ഇത്രയാണ് മെയിൻലി പർപ്പസസ്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? റെഗുലേഷൻ ഓഫ് യൂണിഫോം സ്റ്റാൻഡേർഡ് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോർ നേഴ്സസ്, മിഡ്വൈഫ്സ് ആൻഡ് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ്. ഫസ്റ്റ് വൺ അതാണ്. പിന്നെ റെസിപ്രോസിറ്റി ഇൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ത്രൂ ഔട്ട് ദ കൺട്രി. റെസിപ്രോസിറ്റി ഇൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ത്രൂ ഔട്ട് ദ കൺട്രി. എവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്താലും നമുക്കൊരു നമ്പറേ ഉള്ളൂ, അത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്റ്ററിലുണ്ടാവും. മനസ്സിലായോ? പിന്നെ അടുത്തത് INC Act of 1947 which when amended in 1957 gives additional responsibility to provide registration of foreign nurses and maintenance of Indian nursing register for maintaining information as a manpower for the country. മനസ്സിലായോ? അപ്പം INC Act of 1947 which amended in 1957 gave additional responsibility to provide registration for foreign nurses. പിന്നെ അതുകൂടാതെ മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ നേഴ്സിംഗ് രജിസ്റ്റർ ഫോർ ദി മാൻ പവർ ഇൻഫർമേഷൻ. ഇത്രയാണ് പർപ്പസസ് ഓഫ് INC. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ദി കൗൺസിൽ എന്താണെന്ന് നോക്കാം. അതായത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഇസ് ദ സുപ്രീം ഗവേണിംഗ് ബോഡി ഓഫ് നേഴ്സസ് ഇൻ ഇന്ത്യ and it performs and it is meant for uplifting and establishing uniform standard of nursing education. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ ഗ്രേറ്റ് ആയിട്ട് പറയുന്നത്. അതുകൂടാതെ മെയിൻ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ പ്രിസ്ക്രിപ്ഷൻ ഓഫ് സിലബൈ, ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ്, മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ നേഴ്സസ് രജിസ്റ്റേഴ്സ്, ദെൻ വിഡ്രോവൽ ഓഫ് റെക്കഗ്നീഷൻ ഫോർ ഡീപാർട്ടിംഗ് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞു സുപ്രീം ഗവേണിംഗ് ബോഡിയാണ് ബോഡി ഓഫ് നേഴ്സസ്
and nursing in India. Then it uplifts and establish uniform standard of nursing education. അതിനകത്ത് വരുന്ന മെയിൻ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രിസ്ക്രൈബിങ് ഓഫ് സിലബൈ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അണ്ടറിൽ ഡിഫറെൻറ്റ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ അണ്ടർഗോ ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് GNM ഉണ്ട്, ബേസിക് ഗ്രാജുവേറ്റ് നഴ്സസ് ഉണ്ട്, പിന്നെ ANMs ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം കോഴ്സ് ഡിഫറെൻ്റാണ്. ഡ്യൂറേഷൻ വ്യത്യാസമാണ്, പഠിക്കേണ്ട സബ്ജക്റ്റ് വ്യത്യാസമാണ്, അതിനകത്തുള്ള സിലബസും കരിക്കുലും ഒക്കെ വ്യത്യാസമാണ്. അപ്പം അതിനനുസരിച്ച് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ കോഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അത് ടേക്ക് ഓവർ ചെയ്യുന്നവർക്കും അവരുടെ ആ കോഴ്സിന് അനുസൃതമായിട്ടുള്ള സിലബൈ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന് കഴിയുന്നുണ്ട്. അതിനുള്ള പവറും റൈറ്റും INCക്കുണ്ട്. മനസ്സിലായോ? അതായത് INC ഈസ് ദ സുപ്രീം ഗവേണിംഗ് ബോഡി ഓഫ് നഴ്സസ് ഇൻ ഇന്ത്യ. ഇറ്റ് പെർഫോംസ് എ നമ്പർ ഓഫ് വേരിയഡ് ഫങ്ഷൻസ് ടു അപ്ലിഫ്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കിയാൽ പ്രിസ്ക്രൈബിങ് ഓഫ് സിലബൈ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദ പർപ്പസ് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഈസ് ടു പ്രിപ്പയർ നേഴ്സസ് ഹൂ വിൽ ഫങ്ഷൻ ആസ് members of the health team, beginning with the competencies for first level position in both hospital and community. അതായത് പഠിച്ചിറങ്ങി കഴിയുമ്പം ഹോസ്പിറ്റലിലായാലും കമ്മ്യൂണിറ്റിയിലായാലും ഒരു ഫസ്റ്റ് ലെവൽ പൊസിഷനിൽ വർക്ക് ചെയ്യത്തക്കുള്ള കോമ്പിറ്റൻസി അവർക്ക് ഡെവലപ്പ് ചെയ്യത്തക്കവണ്ണമുള്ള അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിനു വേണ്ടിയുള്ള സിലബസ് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ആ പ്രത്യേക പവറും റെസ്പോൺസിബിലിറ്റി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനാണ്. മനസ്സിലായോ? ദെൻ ദ പ്രോഗ്രാം ആർ ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ദ ഹെൽത്ത് നീഡ്സ് ഓഫ് ദി കൺട്രി. അതായത് രാജ്യത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഹെൽത്ത് നീഡിന്, ആരോഗ്യപരമായിട്ടുള്ള നീഡിന് ആവശ്യമായിട്ടാണ് ഓരോ കോഴ്സിനും ഒരു കരിക്കുലം ഉണ്ടാകുന്നത്. ഹെൽത്ത് നീഡ്സ് ഓഫ് ദി കൺട്രി മാത്രമല്ല, കമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് ദി ഇൻഡിവിജ്വൽ. അതായത് ആ കോഴ്സ് അണ്ടർഗോ ചെയ്യുന്ന ഇൻഡിവിജ്വലിൻ്റെയും ആ ഇൻഡിവിജ്വൽ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ആ കമ്മ്യൂണിറ്റിയുടെയും രാജ്യത്തിൻ്റെ തന്നെ നീഡ്സ് അനുസരിച്ചാണ് ഓരോ കോഴ്സിൻ്റെയും കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത് INC. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ സെർവ് ആസ് എ ബേസിസ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഈ പറയുന്ന സിലബസ് ഫർദർ എഡ്യൂക്കേഷൻ നടത്തുന്നതിനും അഡ്വാൻസ്ഡ് സ്റ്റഡി ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ട് കൂടി അത് ഫങ്ഷൻ ചെയ്യും കരിക്കുലം. ഓക്കെ, അല്ലെങ്കിൽ സിലബൈ. പിന്നെ അടുത്ത then as the council was constituted by the establish a uniform standard, it has the power to establish uniform standards to prescribe curricula for the various courses for നേഴ്സിംഗ് പേഴ്സണൽ. അതായത് വേരിയസ് കോഴ്സസ് ഏറ്റെടുക്കുന്ന നേഴ്സിംഗ് പേഴ്സണലിന് ആവശ്യമായ തരത്തിലുള്ള യൂണിഫോം സ്റ്റാൻഡേർഡ് അവരുടെ കോഴ്സിൽ കിട്ടത്തക്കവണ്ണമുള്ള തരത്തിലായിരിക്കും അവരുടെ സിലബസും കരിക്കുലും ഒക്കെ ഫോം ചെയ്യുന്നത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. അതിൻ്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനാണ്. പിന്നെ തന്നെയല്ല, ഓരോ സിലബസ് അനുസരിച്ച് ഇപ്പോൾ തന്നെ കരിക്കുലം ആർ അവൈലബിൾ ഫോർ ANM കരിക്കുലം ഉണ്ട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ, GNM കരിക്കുലം ഉണ്ട്, ബേസിക് നഴ്സിംഗ് കരിക്കുലം ഉണ്ട്, അല്ലെങ്കിൽ BSc നഴ്സിംഗ് കരിക്കുലം ഉണ്ട്, MSc നഴ്സിംഗ് കരിക്കുലം ഉണ്ട്, MPhil കരിക്കുലം ഉണ്ട്, പിന്നെ ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്, ഷോർട്ട് ടേം കോഴ്സ്, ഇങ്ങനെ ഒരുപാട് കോഴ്സസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്, നേഴ്സിംഗ് റിലേറ്റഡ് കോഴ്സുകൾ. ഇതിനെല്ലാം തന്നെ കരിക്കുലം വേണ്ട രീതിയിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലാണ്. മനസ്സിലായോ? പിന്നെ അടുത്തത് ദ സിലബസ് ഫോർ ദി പർട്ടിക്കുലർ കോഴ്സ് കണ്ടെയ്ൻ മിനിമം റിക്വയർമെൻറ്റ് ഫോർ ദ റെക്കഗ്നീഷൻ ഓഫ് ദി പ്രോഗ്രാം. അതായത് ഓരോ കോഴ്സിനും റെക്കഗ്നീഷൻ കിട്ടത്തക്കവണ്ണം ഉള്ള സിലബസ് ആയിരിക്കും. അതായത് തിയറി ഇത്ര അവേഴ്സ്, പ്രാക്ടിക്കൽ ഇത്ര അവേഴ്സ്, സബ്ജക്റ്റുകൾ ഓരോന്ന് ഇത്ര, ഓരോ വർഷം ഇത്ര വീതം, അങ്ങനെയൊക്കെ ആ ഒരു കോഴ്സിനെ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കാനും അതിന് അംഗീകാരം കിട്ടത്തക്കവണ്ണം ഉള്ള തരം പാഠ്യപദ്ധതികളാണ് അതിനകത്ത് INC ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? പിന്നെ എന്ത് സിലബസ്, ഇത് കൂടാതെ തന്നെ പല അഡീഷണൽ റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കുന്നുണ്ട്. അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടീച്ചിങ് ദ സ്റ്റാഫ് ആൻഡ്
ആൻഡ് ദെയർ ക്വാളിഫിക്കേഷൻ. ടീച്ചിങ് സ്റ്റാഫിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ INC ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ KNC ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോഴും ഏതൊക്കെ സ്പെഷ്യാലിറ്റി, ഓരോ സ്പെഷ്യാലിറ്റിക്കും അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ടീച്ചർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾക്ക് അനുസൃതമായിട്ട് ഇപ്പോൾ 10 കുട്ടികൾക്ക് 10:1 എന്നുള്ള റേഷ്യോ ഇല്ല, 10 കുട്ടികൾക്ക് ഒരു ടീച്ചിങ് ഫാക്കൽറ്റിയിൽ ഒരാളുണ്ടാവണം, ഓരോ സ്പെഷ്യാലിറ്റിക്കും ഓരോ ഉണ്ടാകണം. അങ്ങനെ ചില കണക്കുകൾ അനുസരിച്ചാണ് എത്ര കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇത്ര ടീച്ചേഴ്സ് അവിടെ ഉണ്ടാകണമെന്ന് ഒരു മിനിമം റിക്വയർമെൻ്റ് ഉണ്ട്. അതാണ് ആ ടീച്ചിങ് സ്റ്റാഫിന് അവർക്ക് വേണ്ടത്ര ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടോ, പിന്നെ സ്റ്റുഡൻസിനെ എടുക്കുന്നത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണോ എടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ 50% മാർക്കുള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ അവർ ഏത് പ്രീ റിക്വയർമെൻറ്റ്സ് എന്താവണം, ഇപ്പോൾ +2 അല്ലെങ്കിൽ അതിന് +2 ആയിരിക്കാം, അതിനങ്ങനെയാണ് എത്ര % മാർക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റ് പഠിച്ചവരാണ്, അങ്ങനെയൊക്കെ ചില ക്രൈറ്റീരിയ സ്റ്റുഡൻസിനും ഉണ്ടല്ലോ. അതൊക്കെ അനുസരിച്ചേ അവരെടുക്കത്തുള്ളൂ. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം, അതായത് ഇയർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ്, അതായത് വീക്സ്, ഡേ ആൻഡ് അവേഴ്സ് ഓഫ് ട്രെയിനിങ്. ഇപ്പോൾ തന്നെയാണെങ്കിലും ഇപ്പോൾ കോളേജിലാണെങ്കിൽ ടോട്ടൽ ഇത്ര അവേഴ്സ് വേണം, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, അതായത് എക്സ്ട്രാ ഹോളിഡേയ്സ് ഒന്നും പ്രൊഫഷണൽ കോഴ്സിന് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഏത് ദിവസം ഒരു കുട്ടിക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് അത് കാരണം സിലബസ് മസ്റ്റായിട്ടും എത്ര വേണമെന്ന് പറയുന്നു അത്രയും തന്നെ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റിനും എത്ര അവേഴ്സ് വേണം, അതിന് പ്രാക്ടിക്കൽ എത്ര അവേഴ്സ് വേണം, അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഇയർ വൈസ് റിക്വയർമെൻ്റ് അനുസരിച്ചാണോ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നേഴ്സിംഗ് ഫീൽഡിലുള്ളവരല്ലാത്തൊരു എക്സ്റ്റേണൽ ലെക്ചറേഴ്സ് വന്ന് ചില സബ്ജക്റ്റുകൾ പഠിപ്പിക്കാറുണ്ട്. കാരണം നേഴ്സിംഗ് സബ്ജക്റ്റ് മാത്രമാണ് അവിടെയുള്ള നേഴ്സിംഗ് ഫാക്കൽറ്റി പഠിക്കുന്നതെങ്കിൽ എക്സ്റ്റേണൽ ലെക്ചറേഴ്സ് വന്ന് വേറെ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാറുണ്ട്. അതെത്ര അവേഴ്സ് വേണം, അതിൻ്റെ പ്രാക്ടിക്കലുണ്ടോ, അതെത്ര അവേഴ്സ് വേണം, ഇതിനെല്ലാം തന്നെ വ്യക്തമായ കണക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു ഗെറ്റ് ദ റെക്കഗ്നീഷൻ ഫോർ ദ പ്രിസ്ക്രൈബ്ഡ് കോഴ്സ്. ഓക്കെ, അതാണ്. പിന്നെ ഇൻസ്പെക്ഷൻ ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പെക്ഷൻ ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ പരീക്ഷകൾ നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഓരോ എക്സാം സെൻറ്റേഴ്സ് ആണെങ്കിൽ അവിടെ വന്ന് പരിശോധനകൾ നടത്താനും അത് പ്രോപ്പർലി ആണോ അണ്ടർഗോ ചെയ്യുന്നത്, പരീക്ഷ എഴുതുന്നതിനുള്ള നോംസ് എല്ലാം ഫുൾഫില്ല് ചെയ്തുകൊണ്ടാണോ കുട്ടികൾ എക്സാം നടത്തുന്നതും പരീക്ഷ നടത്തുന്നതും കുട്ടികൾ പരീക്ഷ എഴുതുന്നതും ഒക്കെ. പിന്നെ പേപ്പർ വാല്യുവേഷൻ, ഇങ്ങനെ ഇതിനെല്ലാം തന്നെ അതിൻ്റേതായ നിബന്ധനകളുണ്ട്. അതാണ് പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് എക്സാം സെൻറ്റേഴ്സ്. ഇതിൻ്റെ മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ നേഴ്സസ് രജിസ്റ്റർ, അത് ഞാൻ മുമ്പേ പറഞ്ഞത്. അതായത് ഇന്ത്യൻ നേഴ്സസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ അവിടെ കീപ്പ് ചെയ്യും. അതിനകത്ത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന പഠിച്ചിറങ്ങുന്ന എല്ലാ നേഴ്സസും അതിനകത്ത് രജിസ്റ്റർ ചെയ്യും. അവർക്കൊരു നമ്പർ കിട്ടും, അത് യുണീക്ക് നമ്പറാകും. ആ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. പിന്നെ വിഡ്രോവൽ ഓഫ് റെക്കഗ്നേഷൻ ഓഫ് ഡിപ്പാർട്ടിംഗ് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്, അവർ പറയുന്ന ക്രൈറ്റീരിയയും റൂൾസ് ആൻഡ് റെഗുലേഷനും ഒന്നും തന്നെ മീറ്റ് ചെയ്യാതെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെങ്കിൽ അവരുടെ അംഗീകാരം പിൻവലിക്കാനുള്ള റൈറ്റും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനുണ്ട്. കാരണം എങ്ങനെയെങ്കിലും നേഴ്സസിനെ പഠിപ്പിച്ച് ഇറക്കി വിട്ടാൽ പോരാ, അവർ പറയുന്ന പോലെ ആ മാനദണ്ഡങ്ങളെല്ലാം ഉൾക്കൊണ്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷനും പോളിസി ആൻഡ് പ്രൊസീജിയറും എല്ലാം നിബന്ധനകളും പാലിച്ചുകൊണ്ട് വേണം ഒരു നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യാൻ. അത് ഇല്ല എങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ഇന്നാഡിക്വസി ഉണ്ട്, അത് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ വർക്കിംഗ് സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അബോളിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണ്ട എന്ന് പറയാനുള്ള റൈറ്റും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനുണ്ട്. അതാണ് പറയുന്നത് വിഡ്രോവൽ ഓഫ് റെക്കഗ്നേഷൻ ഓഫ് ഡിപ്പാർട്ടിംഗ് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ആ വർഷം തൊട്ട് ആ കുട്ടികളെ അവിടെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവരെ അവിടെ ഫർദറായിട്ടൊരു എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ട് അത് നിലനിർത്താൻ അവർ സമ്മതിക്കത്തില്ല ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. മനസ്സിലായി? അതാണല്ലോ നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ അഡ്മിഷൻ തുടങ്ങുന്നതിന് നമ്മൾ പുതിയ കുട്ടികളെ എടുക്കുന്നതിന് മുമ്പൊക്കെ എപ്പോഴും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും കേരള നേഴ്സിംഗ് കൗൺസിലും ഒക്കെ ഇൻസ്പെക്ഷൻ വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്തെങ്കിൽ അവർ പറഞ്ഞാൽ മാത്രമേ ആ വർഷം അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഫർദറായിട്ട് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. മനസ്സിലായി? അപ്പോൾ അതാണ് ഫങ്ഷൻസ് ഓഫ് ദി കൗൺസിൽ. അപ്പം ഇന്നത്തെ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് ചോദിച്ചാൽ, അതായത് മെയിൻ്റനൻസ് ഇപ്പം അവസാനം ഫങ്ഷനകത്ത് പഠിച്ചത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് പ്രിസ്ക്രൈബിങ് ഓഫ് സിലബൈ,
inspection of examination centers, then maintenance of Indian Nurses Register and withdrawal of recognition of departing nursing institution. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനെ പറ്റി മെയിൻലി പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും നമ്മൾ ഒരു കൗൺസിലും കൂടെ ഉണ്ട്, സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും ഓരോ നേഴ്സിംഗ് കൗൺസിലുണ്ട്. അതിന് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ എന്ന് പറയും. നമ്മുടെ കേരള നേഴ്സിംഗ് കൗൺസിൽ KNC എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഇതുപോലെ തന്നെ ഒത്തിരി ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിലാകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനെ പറ്റിയാണ് പഠിച്ചത്. നിങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. ഇഫ് യു ആർ എ നേഴ്സ് യു ഷുഡ് നോ എവറിഥിങ് അബൌട്ട് ദ കൗൺസിൽ വിച്ച് ഈസ് റെഗുലേറ്റിംഗ് അസ്. മനസ്സിലായോ? അപ്പം ഈ കേരള നേഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ എല്ലാം തന്നെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അണ്ടറിൽ വരും. തന്നെയല്ല ആ ഓരോ സ്റ്റേറ്റിലെയും കൗൺസിലെല്ലാം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനോട് അഫിലിയേറ്റഡും ആയിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ ബ്രീഫായിട്ട് നമ്മുടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനെ പഠിച്ചു. അതെന്തൊക്കെയാണ്? ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഒരു ഓട്ടോണമസ് ബോഡിയാണെന്ന് പഠിച്ചു. പിന്നെ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആക്ട് ഓഫ് 1947 അങ്ങനെ പഠിച്ചു. പിന്നെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഈസ് എ റെഗുലേറ്ററി ബോഡി ഫോർ നഴ്സസ് ആൻഡ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അത് പഠിച്ചു. പിന്നെ ദ കൗൺസിൽ മെയിൻറ്റെയിൻസ് ആൻ ഇന്ത്യൻ നഴ്സസ് രജിസ്റ്റർ ഫോർ നഴ്സസ്, മിഡ്വൈസ്, ഓക്സിലറി നഴ്സ്, മിഡ്വൈസ് ആൻഡ് ഹെൽത്ത് വിസിറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇൻട്രഡക്ഷനിൽ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ പഠിച്ചിട്ടുള്ള അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവാണ്. പിന്നെ നമ്മൾ പഠിച്ചത് കോമ്പസിഷൻ പഠിച്ചു, പർപ്പസസ് ഓഫ് INC പഠിച്ചു, പിന്നെ ഫങ്ഷൻസ് ഓഫ് INC പഠിച്ചു. ഇത്രയാണ് മെയിൻലി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഒരു നേഴ്സിംഗ് സ്കൂളിലോ കോളേജിലോ ഒരു സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവിടെ പോയി ഒരു ടീച്ചിങ് ഫാക്കൽറ്റി ആയിരിക്കുമ്പോഴോ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളുടെ റെഗുലേറ്ററി ബോഡിയെ പറ്റിയുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാം. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിച്ചോ എനിക്കറിയാൻ വയ്യെന്ന് പറയരുത്. ഇറ്റ് ഇസ് എ ഷെയിം ഓൺ അവർ പാർട്ട്. സോ യു ഷുഡ് നോ എവറിഥിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് റെഗുലേറ്ററി ബോഡീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലേ പഠിച്ചുള്ളൂ. അടുത്ത നെക്സ്റ്റ് കേരള നേഴ്സിംഗ് കൗൺസിൽ നമുക്ക് പഠിക്കണം. ഓക്കെ, സോ വി വിൽ stop here. So you have to write a brief note on Indian Nursing Council as your assignment. Okay.